പ്രാങ്ക് ഏറ്റു. ബ്രോ എന്ത് പ്രാങ്ക് ബ്രോ? ഒരു പ്രാങ്കും ഇല്ല, സീരിയസ്ലി ഒരു പ്രാങ്കും ഇല്ല. ഏഹ്, ഞാൻ എന്തായാലും നിങ്ങളെന്തായാലും എല്ലാവരും ഇത്രയും പേര് വെയിറ്റ് ചെയ്തിരുന്നത് എന്താണ് ടി വിയിൽ നിന്ന് ഇറങ്ങുന്നോ ഇല്ലേ എന്നുള്ള കാര്യം കേൾക്കാനാണെന്ന് അറിയാം. സോ ഞാനത് സ്റ്റോറി ഇട്ടത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഇട്ടതാണ്. സ്റ്റോറിയിൽ നിന്ന് ഇറങ്ങുന്ന കാര്യം, ടി വിയിൽ നിന്ന് ഇറങ്ങുന്നുള്ള കാര്യം ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ഇട്ടാണ്. അതിൻ്റെ എന്തുവാ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുകൊണ്ടാണ് ഗൈസ്. കുറച്ച് പേഴ്സണലായിട്ടുള്ള റീസൺസ് കൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇറങ്ങുന്നതെന്ന് പറഞ്ഞതിൻ്റെ റീസൺ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുകൊണ്ടാണ്. ലൈക്ക് ടി വിയിലോട്ട് ഇനി തിരിച്ച് വരത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ വന്നേക്കാം. ഇനി ഒരിക്കലും തിരിച്ച് വരത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പം തിരിച്ചു വരാം. സോ അങ്ങനൊരു സംഭവം വെക്കണ്ട. സൗണ്ടിൽ വേണോ ആക്ടർ? ഓക്കെ ബ്രോ, ആക്ടിങ് എന്നാൽ ആക്ടിങ് ആയിട്ടുണ്ടോ? ഓക്കെ, അപ്പം എനിക്ക് അതിൻ്റെ റീസൺ പറഞ്ഞിട്ട് ഇങ്ങനെ റീസൺ പറഞ്ഞ് ഇതാക്കാനും അതിനായിട്ടൊന്നും അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കുറച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെനിക്ക് ലൈവിൽ പറയാനും ഡിസ്കസ് ചെയ്യാനും താല്പര്യമില്ല. ഞാൻ എന്തായാലും ബ്രേക്ക് ആണോ? ബ്രേക്ക് എന്നല്ലടാ ഞാൻ പറഞ്ഞത്, ബ്രേക്ക് എന്നല്ല. ഞാൻ ആർ പി ഒക്കെ കളിക്കും, പക്ഷെ എനിക്ക് ഞാൻ എന്തായാലും കുറച്ചാളെന്നല്ല ടി വിയിൽ ഇപ്പോൾ എന്തായാലും ഇല്ല. ഞാനത് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഞാൻ അറിയിക്കാം. എന്തായാലും അങ്ങനല്ല തിരിച്ച് വരും എന്നല്ല പറയുന്നത്, പക്ഷേ ചിലപ്പോൾ വന്നേക്ക്, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ആക്ടിങ് എന്ന മുമ്പിൽ വളരെ ഒന്നാണ്. ബ്രേക്കല്ല, ഇതാണ് സംഭവം. അപ്പോൾ ശരിക്കും ഇതിനെ പറ്റി പറഞ്ഞ് ഇനി കൂടുതൽ മറ്റേ വിശദീകരിച്ച് ഇതാക്കാൻ അല്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എനിക്ക് അതിനെപ്പറ്റി ഇരുന്ന് ഡൈലി ഡിസ്കസ് ചെയ്തിരുന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കാനും ഇതാക്കാനും താല്പര്യമില്ല. ഇത് ഇത് ഇത്ര ഞാൻ ഇനി ഇതിനെപ്പറ്റി ഒരുപാട് ഇരുന്ന് പറയാനും ഒന്നും പോകാനും ഒന്നും ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ. സംതിങ് പേഴ്സണലാണ്, അതുകൊണ്ട് എനിക്കത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് അതിനെ പറ്റി സംസാരിക്കാനും ഒന്നിനും താല്പര്യമില്ല. ഒരു ഒരു സീനും മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ ഒന്നും പറയില്ല ഇതിനെപ്പറ്റി, വേറെ ഒന്നും അധികം ഒന്നും പറയില്ല. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. സോ ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് വേറെ ഉള്ളവരുടെ ലൈവിൽ പോയിട്ട് എന്തരാണ് സംഭവം, എന്താണ് എന്ന് ചോദിച്ച് സ്പാം ചെയ്യുന്ന പരിപാടി ഇത് ചെയ്യരുത് ഗൈസ്. അത് ഭയങ്കര ഷോക്കാണ്. കാരണം അവർക്ക് അറിയാ അറിയത്തോലും ഇല്ലായിരിക്കും. എൻ്റെ പേഴ്സണൽ കാര്യമായിരിക്കും, അവർക്ക് അറിയത്തോലും ഇല്ലായിരിക്കും. അതുകൊണ്ട് എന്തുവാ ഇതിനെപ്പറ്റി സംസാരിക്കാന്ന് കൊണ്ട് ഈഗിളിൻ്റെ സ്റ്റോറി കേസ് അത് ഞാൻ ഇറങ്ങുന്ന പറഞ്ഞപ്പോഴത്തേക്കാണ് ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇട്ടതായിട്ടായിരിക്കും. എനിക്ക് അല്ലാതെ അറിയത്തില്ല. അല്ലാണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. എനിക്ക് അധികം വളച്ച് പിന്നെ നീട്ടിക്കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല. എനിക്കങ്ങനെ അങ്ങനത്തെ ഒരു രീതി എനിക്ക് പണ്ടേ ഇല്ല. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. ഞാൻ പറ്റുന്നവരൊക്കെ ലൈവ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്തായാലും ആർ പി കാണും, ആർ പി കണ്ടിന്യൂ ചെയ്യും, ബാക്കി ഗെയിമുകളും കണ്ടിന്യൂ ചെയ്യും. ലൈക്ക് ലൈവ് കാണാൻ താല്പര്യമുള്ളവർക്ക്, ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോഴും ഉള്ളവർക്ക് കാണാം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു പ്രശ്നവും ഒരു സീനും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. സംഭവം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ റിക്വസ്റ്റ് ആണ്, ആരുടെയും ചാറ്റിൽ പോയി വീണ്ടും ചോദിക്കരുത്. രായൻ്റെ കാര്യം ബ്രേക്കായിട്ട് എടുത്തിട്ടുണ്ടോ? രായൻ്റെ ബ്രേക്കായിട്ട് അത് അവൻ നേരത്തെ അവന് ബ്രേക്ക് എടുത്താണ്. അതും അവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമില്ല, അല്ലാതെ ഒന്നുമില്ല. അപ്പം ഇത് എൻ്റെ ഡിസിഷൻ, അത് വേറെ ഡിസിഷൻ, അവൻ്റെ ഡിസിഷൻ. അത് അവൻ തിരിച്ചു വരുമായിരിക്കും. അതിന് അവൻ വരുമ്പോൾ ചോദിച്ചാൽ മതി, അല്ലാതെ പിന്നൊന്നുമില്ല. ഓക്കെ, ആൻഡ് നമുക്ക് എന്ത് ഗെയിം കളിക്കണം, ഏത് ഗെയിം കളിക്കണമെന്ന് ആദ്യം പറ. ആർ പി ആണോ അതോ വേറെ വല്ല ഗെയിം കളിക്കണോ? എന്ത് ചൂടാണ് ഇവിടെ, ഉണ്ടോന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം. ഓട്ടോ അവിനെ തോമസ് എന്താ മൂഞ്ചിത്തരം പറയാൻ വന്നല്ലോ ലൈവില്. അവൻ പറഞ്ഞിട്ട് പോട്ടെ, എനിക്ക് വയ്യ. ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യുമെന്ന്. ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അത് കാരണം
വെയിറ്റ് ഞാനൊന്ന് അപ്പോൾ ബൈ അതാണ് കാര്യം അറിഞ്ഞില്ല. അപ്പോൾ കാര്യം അറിയാൻ വന്നവരൊക്കെ പിരിക്കാം, അല്ലാതെ ലൈവ് കാണണമെന്നുള്ളവർക്ക് കൂടി ഇരിക്കാം. കാര്യം അറിഞ്ഞിട്ട് പോകണമെന്നുള്ളവരൊക്കെ പയ്യെ പയ്യെ വിട്ടോ. ഒരു 1000 പേര് എന്തായാലും 1000 അല്ല, ഒരു 2000-3000 പേര് കാര്യം അറിയാവുന്നവരാണെന്ന് പറയാം. അവർ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല, സങ്കടമായെന്നൊക്കെ അറിയാം. അവരൊക്കെ വിട്ടോ. ബാക്കിയുള്ള ലൈവ് കാണണമെന്നുള്ളവരിരിക്കാം, അല്ലാത്തവർക്ക് പോകാം. അത്രേ ഉള്ളൂ. അണ്ണാ പോവാതെ ഇരിക്കാൻ പറ്റുമോ? എവിടെ പോവാതിരിക്കാൻ? അണ്ണ ഇല്ലാതെ കണ്ട് എടാ അതൊരു നാളെ തൊട്ട് എല്ലാവരും ലൈവ് നാളെ തൊട്ട് എല്ലാവരും വരുവാടാ. വാട്ട് എവർ ഇറ്റ് ഈസ് കൂടെ ഉണ്ടാവും. സുൽഫി ബ്രോ താങ്ക് യു ഫോർ ദ $2. താങ്ക് യു. മൈക്ക് ഗ്രേഡ് ഉണ്ടോ? വെയിറ്റ് ഇച്ചിരി മാറ്റം. ബ്രോ ഇത് ശോകമാണ്. ബ്രോ ശോകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടാണ്, അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കണ്ടേ ബ്രോ. അപ്പം അത് ബ്രോയ്ക്ക് മനസ്സിലാവില്ലല്ലോ. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ബ്രോയ്ക്ക് അറിയത്തില്ലല്ലോ. എനിക്ക് എന്തായാലും ഇപ്പം മനസ്സിലായില്ലേ. എനിക്കിപ്പം എൻ്റെ ഡിസിഷൻ ഇതാണ്, ഇതിൻ്റെ അപ്പുറത്തൊന്നും പറയില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഏതായാലും സിറ്റിയിലോട്ട് കയറട്ടെ. 80 സെക്കൻഡ് കാര്യം ചെക്ക് ചെയ്തോട്ടെ. സോ അപ്പം നമുക്ക് കുറച്ച് നേരം RP ഇറങ്ങാം. ഞാൻ RP ഒന്നും കയറാതെ ഇരിക്കില്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. RPയിലൊക്കെ കയറും. ഏത് എല്ലാ ഗെയിമും കളിക്കും നമ്മൾ എപ്പോഴും അണ്ണനോടൊപ്പം. നീ എന്താ മറ്റേ സിനിമ ഡയലോഗൊക്കെ പറയുന്നു എന്നും. എന്തിനാ സിനിമ ഉണ്ടല്ലോ അതേപോലത്തെ ഡയലോഗ്. അണ്ണനില്ലേ എല്ലാവരും വരും, എല്ലാവരും വരും. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഇത് ഒരു അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. എല്ലാവരും ആക്റ്റീവ് ആവും. നാളെ തൊട്ട് എല്ലാവരും ലൈവ് ഇടും, കാര്യങ്ങളിടും. എല്ലാം നാളെ തൊട്ട് പഴയ ബാക്ക് ടു നോർമലായിട്ട് കാണും. അത്രേ ഉള്ളൂ. അല്ലാതെ ആരും ബ്രേക്ക് എടുക്കാനും ഇതൊന്നും പോകില്ല. TV ആക്റ്റീവ് ആയിരിക്കും, എല്ലാവരും ആക്റ്റീവ് ആയിരിക്കും. കാരണം അങ്ങനെ ഒരു സീനും ഇല്ല. മനസ്സിലായി? TV എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇല്ല. എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആണ് ഞാൻ പറഞ്ഞു. അപ്പം അതൊരിക്കലും TVനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ല. സോ അങ്ങനെ ഒന്നും ആരും ചിന്തിക്കണ്ട. ഇനി അതൊക്കെ ഇനി തിരിച്ച് കളിക്കുന്നതൊക്കെ നടക്കുമോ? അജീഷ് ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. Levi, always a book and a fan. I respect your resident and will miss your presence in TV. Waiting with a hope. Respect your resident and always will with you. നമുക്ക് PUBG BC വാലൊക്കെ ലൈവായിട്ടൊക്കെ പോകാം. അത്രേ ഉള്ളൂ. ഞാൻ RPയും കാണും ഗൈസ്. RPയിലും അങ്ങനെ മാറി നിൽക്കാത്തൊന്നുമില്ല. RPയിലൊക്കെ കാണും. എന്നാ വ്യൂവേഴ്സ് Anna, you are taking this as a short break of you from TV. ഡൂഡ് വെച്ച് ബ്രെയിൻ വാഷ് ചെയ്താണ് ഏതാ അവിടെ പാവപ്പെട്ടവരെന്നൊന്നും മാറി അവനെയൊക്കെ പറയടാ. എന്തിന് കണ്ടാൽ ഞാൻ നെഞ്ചു പൊട്ടിപ്പോവും. കൊച്ചിയിൽ പോയപ്പോൾ എന്താ പറ്റിയതായിരിക്കും അടിച്ചു. പക്ഷേ എന്നോട് കൊച്ചിയിൽ പോയപ്പോൾ കഴിച്ച് എൻ്റെ വണ്ടി ഇടിച്ച് ഗൈസ്. എൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നൊരു പാണ്ടി ലോറി കൊണ്ട് ഇടിച്ച് വന്നു ഗൈസ്. ബാക്കിൽ കൂടി പണ്ടാരം പിടിക്കാനായിട്ട് മഴയത്ത് ഞാൻ മൊത്തം പരിപാടി പോകാനായിട്ട് നിന്നിട്ട് ഞാൻ ആലുവയിൽ നിന്ന് യൂട്ടേൺ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞ് വന്നതും ബാക്കിൽ നിന്നൊരു ലോറി വന്ന് അതിൻ്റെ ബാക്കിൽ നിന്ന് വേറെ ലോറി വന്നു. ആ ബാക്കിൽ നിന്ന ലോറിക്കാരൻ എൻ്റെ ഫ്രണ്ടിലുള്ള വെച്ചാൽ ഒരു ലോറി വന്ന് വേറെ ലോറി അടിച്ചിട്ട് ആ ലോറി വന്ന് എൻ്റെ വണ്ടി വന്ന് ഇടിച്ച് വണ്ടിയുടെ ബേക്ക് റെഡിയായി. മൊത്തത്തിൽ സന്തോഷം. ആ കാര്യം കൊണ്ട് മൊത്തത്തിൽ സന്തോഷം. എന്ത് പറയാനാണ്, മൊത്തത്തിൽ നല്ലൊരു ട്രിപ്പായിരുന്നു. സെൽട്ടോസ് ആയിരുന്നു. ഇനിയിപ്പോൾ അത് കൊണ്ടുപോയി ഇനി മൊത്തം തിരിച്ച് പണിഞ്ഞ് ഇതാക്കി എടുക്കണം. മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കാൻ പറ്റിയൊരു സാധനം. AKM ആണോ അണ്ണ പറയുന്നത്? ഡിസ്കോഡ് റോള് പോയി അണ്ണൻ്റെന്ന്. ഡിസ്കോഡ് റോള് റിമൂവ് ചെയ്തേണ്ടാ. ഡിസ്കോഡ് റോൾ റിമൂവ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഡിസ്കോഡ് റോള് റിമൂവ് ചെയ്തതാണ്. എൻ്റെ അണ്ണൻ ക്യൂട്ടായിട്ടുണ്ട്. തീവണ്ടി താങ്ക് യു ഫോർ ദ പൊട്ടടാ. ജോലി ലീഡർ ബാബു ആണെന്ന്. അവൻ്റെ ഒരു കംബാക്ക്, ബാബുവിൻ്റെ ഒരു കംബാക്കിൻ്റെ സമയമാണ്. വെയിറ്റിംഗ് ഫോർ യുവർ കംബാക്ക് അണ്ണ. ലവ് യു ഉമ്മ. ഉന്നീസ് എന്തിനാ പറഞ്ഞില്ല ഒരു കുണ്ണത്തരം. നോക്കട്ടെ അവൻ.
എക്സ്ലാൻഡിസിലെ സ്റ്റാഫായിട്ട് കയറുവാടാ. പേഴ്സണൽ ഇഷ്യൂ ആണ്, സ്ട്രീമിംഗ് നിർത്തുന്നില്ലല്ലോ, ടി വി ആയിട്ട് എന്താ അതാണ് പറഞ്ഞിട്ട്. എനിക്ക് അത് ബ്രോ പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണല്ലോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിട്ടാണല്ലോ ബ്രോ പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് ബ്രോ അടുത്ത് വീണ്ടും പറയാനായിട്ടാണ് പിന്നെ എന്തിനാ പേഴ്സണൽ എന്ന് പറയുന്നത്? എന്താ ബ്രോ ഈ ഉദ്ദേശിക്കുന്നത്? അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, എനിക്കത് പറയാൻ താല്പര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ലൈവിൽ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ബ്രോ അത് തന്നെ വയ്ക്കുന്നത്. പബ്ജി വരെയാണ് അന്ന്. പബ്ജി ഒതുങ്ങി പബ്ജി കയറാം.